പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് ചിലപ്പം നമ്മുടെ റാങ്കുള്ള ആളാവണമെന്നില്ല, നമ്മുടെ നമ്മൾക്ക് ശേഷം വന്ന ആളുകളാവാം. എന്തായാലും ഓരോ ആളുകളിൽ നിന്നും ഈ ബിസിനസ്സിന് വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തലുകളും ആവർത്തനങ്ങളും തന്നെയാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. കേട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഈ ബിസിനസിന്റെ വിജയത്തിനും വേണ്ടിയിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ അഫർമേഷൻ ഒക്കെ ഒന്ന് കണ്ണടച്ചിരുന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും പ്രോഡക്റ്റ് ഇല്ലാതെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇല്ല. പ്രത്യേകിച്ചും MA ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച് വെറൈറ്റി പ്രോഡക്റ്റുകളുണ്ട്. പ്രോഡക്റ്റുകൾ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ബ്ലഡും അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ബാക്ക് ബോണും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പിടിച്ചു നിർത്തുന്നത്, ആ കമ്പനിയെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത്, ഈ ഒരു സൊസൈറ്റിയിലേക്ക് ഈ കമ്പനി ഏത് രീതിയിൽ എത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിന്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ശരിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയാണ് MA. ശരിക്ക് മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹെവി റിസൾട്ട് ഉള്ളതും ഡിമാൻഡ് ഉള്ളതും റീപർച്ചേസ് വരുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾക്കുണ്ട്. ഏത് കമ്പനിയെ എടുക്കുന്ന സമയത്തും പ്രോഡക്റ്റിന് നിലവാരമില്ല എങ്കിൽ ആ കമ്പനിയുടെ ആയുസ് വളരെ കുറവാകും എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് 12 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഘടകം ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ തന്നെയാണ്. അപ്പൊ ശരിക്ക് ഈ പ്രോഡക്റ്റ് നോളജ് തന്നെയാണ് നമ്മളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. എത്ര കണ്ട് പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്താലും, എത്ര കണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തി കഴിഞ്ഞാലും അതെല്ലാം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിജയത്തിനൊരു സപ്പോർട്ട് ആകും എന്നുള്ളതാണ്. ഈ ട്രെയിനിങ് എന്നുള്ളതല്ല, ഏതെങ്കിലും ചാനലിൽ കൂടി, യൂട്യൂബിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ കൂടി നമ്മൾക്ക് ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വരും കാലങ്ങളിൽ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സാധാരണ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിന്റെ സ്ലൈഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. ആ ഇൻട്രൊഡക്ഷനിലൊക്കെ എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള 2 സ്ലൈഡുകൾ, അതിലൊന്ന് നമ്മുടെ BM ഹെഗ്ഡെ പറയുന്ന ഒരു കാര്യമാണ്. BM ഹെഗ്ഡെ എന്നുള്ള ഡോക്ടറുടെ ഒരു സ്ലൈഡ് ഇല്ലാതെ നമ്മൾക്ക് സാധാരണ ഒരു ലീഡറുടെയും പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ലൈഡിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരുന്നുകളുടെ പാർശ്വഫലം മൂലം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് യൂട്യൂബ് ഇന്റർവ്യൂസും യൂട്യൂബ് വീഡിയോസും ഇന്ന് യൂട്യൂബിലുണ്ട്. BM ഹെഗ്ഡെ എന്നുള്ള ആ ഒരു വ്യക്തിയുടെ പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു കാലത്ത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് നിൽക്കുന്ന വ്യക്തി തന്നെ MDയും അതുപോലെയുള്ള ഡിഗ്രികളൊക്കെ ഉള്ള ഒരു അലോപ്പതി ഡോക്ടർ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 19 വർഷമായിട്ട് ഉള്ള ഒരു പ്രൊഫഷണലാണ്, ഒരു ഡോക്ടറാണ്. ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലം കൊണ്ട് മരിക്കുന്നു. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമ്മുടെ കേരള ഫാർമസി കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് സ്ലൈഡുകളില്ല.
അല്ലെങ്കിൽ ഇതൊരു അഞ്ജിത മാഡത്തിന്റെ സ്ലൈഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടും അത് കാണിക്കാറുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, കേരള ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം, 35% രോഗികളെ ഉണ്ടാക്കുന്നത് ഈ മരുന്നുകൾ തന്നെയാണ്. അതായത് കേരളത്തിൽ കഴിഞ്ഞ ധനീഷ് സാറിന്റെ ഒരു മെസ്സേജിൽ വന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 15,000 കോടിയുടെ മരുന്നുകൾ കേരളം കഴിഞ്ഞ വർഷം കഴിച്ചു. 2-3 ദിവസം മുൻപെയാണ് 15,000 കോടിയുടെ മരുന്നുകളാണ് കേരളത്തിൽ മാത്രം വിറ്റുപോയത്. അവരും സ്ട്രഗിളിലാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ സ്റ്റോറുകളിൽ കച്ചവടമില്ല എന്ന് പറയുന്നു. അപ്പൊ ശരിക്ക് ഈ 15,000 കോടി ടോട്ടൽ ഫാർമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മരുന്നുകളുടെ ഈ 15,000 കോടിയേക്കാൾ 2 ഇരട്ടി ഫാർമ ഇൻഡസ്ട്രിയിൽ ടേൺ ഓവർ വരുന്നുണ്ട്. അത് ചിലപ്പം എക്സ്റേ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളായിരിക്കാം, ലാബുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായിരിക്കാം, സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായിരിക്കാം, മെഡിക്കൽ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായിരിക്കാം. ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു കഴിഞ്ഞ 3 വർഷം മുൻപേ ഞാൻ വായിച്ചിട്ടുള്ളത് 28,000 കോടിയായിരുന്നു കേരളം. പക്ഷെ ഇന്ന് ചുരുങ്ങിയത് ഒരു 40,000 കോടിയുടെ ടേൺ ഓവർ കേരള ഫാർമ ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി അല്ല, കേരള ഫാർമ ഇൻഡസ്ട്രിയിൽ ടേൺ ഓവർ നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത്രമാത്രം ആളുകൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നു. ചില ആളുകൾക്ക് ആ ചികിത്സ തന്നെ അവരുടെ ജീവിതം താറുമാറാക്കി പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അസുഖം വന്നു കഴിയുന്ന സമയത്ത് അവന്റെ എല്ലാ സ്വത്തുക്കളും അവന്റെ എല്ലാ സമ്പാദ്യവും ആ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതിയിലാണ് പല ആളുകൾക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട അസുഖങ്ങളായിട്ടുള്ള ഡയബറ്റിക്സും ക്യാൻസറും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഡയബറ്റീസും ക്യാൻസറും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവ്വസാധാരണമായി പോയി. ഇന്ന് ക്യാൻസർ റിപ്പോർട്ടുകൾ കേരളത്തിലെ മാതൃഭൂമിയിൽ എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പേ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്, ഒരു വർഷത്തിൽ 55,000 പുതിയ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ പുതിയ ഫ്രഷ് കേസുകളാണ് 55,000. 55,000 കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഏകദേശം 155 മുതൽ 160 വരെ ആളുകൾക്ക് ഡെയിലി പുതിയ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 155 160 ആളുകൾക്ക് ഡെയിലി ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഡെയിലി ക്യാൻസർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 155 പേര് അല്ലെങ്കിൽ 160 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് അത് 1,600. 20 ദിവസം കൊണ്ട് അത് 3,200. അത് 30 ദിവസമാകുന്ന സമയത്ത് 4,800. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് ഒരു മാസത്തിൽ 5,000 പേർക്ക് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വർഷമാകുന്ന സമയത്ത് അത് 60,000 ആയി. അപ്പം ഒരു വർഷമാകുന്ന സമയത്ത് 60,000. ഞാൻ നേരത്തെ പറഞ്ഞ 55,000 എന്നുള്ളത്, 55,000 മുതൽ 60,000 എന്നുള്ളത് നോക്കുന്ന സമയത്ത് വെറും 160 ആളുകൾക്ക് പെർ ഡേ ക്യാൻസർ പുതിയ കേസായിട്ട് കാണുന്നു നമ്മൾ. ഇനി ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും തുടക്കത്തിൽ കാണുന്നില്ല. ഇതിന്റെ 3rd സ്റ്റേജിലും 4th സ്റ്റേജിലും തന്നെയാണ് അധികം ആളുകളും ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ ശരിക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ, ഷുഗറിന്റെ കേസും അതുപോലെ തന്നെയാണ്. ഒരു 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഷുഗർ അറിയുന്നത്. അപ്പൊ ശരിക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ ഇന്ന് നമ്മുടെ എക്കണോമിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു ഫാമിലിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക അവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. നമുക്കിത് മറ്റുള്ള ആളുകളോട് ഇതേ സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ പറ്റണം. എന്നാലേ അവരിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ജനിപ്പിക്കാൻ പറ്റൂ, അവരുടെ ആവശ്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നോക്കി വെച്ചിട്ട് ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഡയബാ ലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഡയബാ ലൈഫ് വളരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത്, ഈ കാലഘട്ടത്തിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട്, വലിയൊരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഡയബാ ലൈഫ്. ഇന്ന് ഡയബാ ലൈഫിന്റെ ആവശ്യം എന്താ നോക്കുന്ന സമയത്ത് ഇന്ന് ഇന്ത്യയിൽ 2019-2020 ഷുഗർ രോഗികളുടെ കണക്ക് പറയുന്നത് 77 മില്യൺ ആയിരുന്നു.
2019 2020 കാലഘട്ടത്തില് ഇന്ത്യയിലെ ഡയബറ്റിക്സിന്റെ കണക്കുകൾ 77 മില്യൺ ആളുകൾ ആയിരുന്നു ഷുഗർ രോഗികൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് 2045 ആകുന്ന സമയത്ത്, അതായത് ഒരു 25 വർഷം കൂടി കഴിയുമ്പോൾ 134 മില്യൺ ആളുകൾക്ക് ഇന്ത്യയിൽ ഷുഗർ ഉണ്ടാവും എന്ന് പറയുന്നു. 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ 134 മില്യൺ ആളുകൾക്ക് ഷുഗർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രമാത്രം ആളുകളാണ് ആ അസുഖം വരാൻ പോകുന്നത്. ഇപ്പോഴുള്ള 77 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7,70,00,000 ആളുകളായി. 7,70,00,000 ആളുകളായി. എന്നാൽ അത് മാത്രമല്ല, 36 മില്യൺ ആളുകൾ ഇന്ന് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്. 77 മില്യൺ ആളുകൾക്ക് ഷുഗർ രോഗം വന്നുവെങ്കിൽ 36 മില്യൺ ആളുകൾ പ്രീ ഡയബറ്റിക് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ പകുതിയോളം ആളുകൾ അതിന്റെ ബോർഡറിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും ഇതൊന്ന് പഠിച്ച് ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ രോഗികൾ ഉള്ളത് ചൈന തന്നെയാണ്. ഇന്നത്തെ കണക്കിൽ 2020 കണക്കിൽ 141 മില്യൺ. അത് 2045 ആകുന്ന സമയത്ത് 174 മില്യൺ ആവും എന്നാണ് പറയുന്നത്. എന്നാലും അതായത് അവരെക്കാളും അവരുടെ അടുത്ത് തന്നെ നമ്മളും അന്നേരം വരികയാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു കാര്യത്തിൽ കേരളം ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിലെ പഠന റിപ്പോർട്ടുകളെല്ലാം ICMR എന്നുള്ള ആ ഒരു അതോറിറ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ ICMRന്റെ കണക്കിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 24% കേരളത്തിലെ പോപ്പുലേഷനിലും ഷുഗർ ഉണ്ട്. 24% ആളുകൾക്ക് ഷുഗർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെ പ്രതിരോധിക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ, ബോധവൽക്കരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ആയുധം വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ റീസൺ ആയിരിക്കും അത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലെ ടോട്ടൽ പ്രതിരോധ ശേഷിയും മറ്റു കാര്യങ്ങളും എല്ലാം ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലാണ്. ഈ പ്രതിരോധ ശേഷി അനുസരിച്ച് തന്നെയാണ് ഓരോ അസുഖങ്ങൾ, അതായത് ഇമ്മ്യൂണിറ്റിയുടെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ തരത്തിലുള്ള അസുഖങ്ങളും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നോക്കുന്ന സമയത്ത് ഇന്ന് ശരീരത്തിലെ ഇൻസുലിന്റെ അഭാവം കൊണ്ടോ അതല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള ടൈപ്പ് 1 പോലെയുള്ള ഒരുപാട് ഷുഗറുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ശരിക്ക് ഇന്ന് നോക്കുന്ന സമയത്ത് ഇന്ന് ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചില ആളുകളുടെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഇൻസുലിന്റെ അഭാവം കൊണ്ടാണ്. ഇന്ന് ഇൻസുലിൻ എന്നുള്ളത് ബ്ലഡിൽ ഏറ്റവും മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇൻസുലിൻ. എന്ന് ശരിക്കും പറഞ്ഞാല് ഈ ഇൻസുലിൻ ആണ് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഊർജത്തെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് ഓരോ കോശങ്ങൾക്കും വേണ്ട എനർജികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താക്കോലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻസുലിനെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി, അതായത് നമ്മൾക്ക് 2 or 3 ടൈപ്പ് ആയിട്ടുള്ള ഷുഗറുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. ഇന്ന് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ഇന്ന് ടൈപ്പ് 1 എന്നുള്ള ഡയബറ്റീസ് നോക്കുകയാണെങ്കിൽ അത് ചെറുപ്പകാലം മുതലേ ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 1. അതായത് കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന ഡയബറ്റീസിനെ നമ്മൾ ടൈപ്പ് 1 എന്നാണ് അറിയുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാല് അതില് ആ ഡയബറ്റീസിനെ വേണമെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ശരിക്ക് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഡയബറ്റീസ് വരുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇന്ന് എനിക്കറിയാം ജിജി സാറിനൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഓട്ടോ ഇമ്മ്യൂൺ. കാരണം എന്താ പറഞ്ഞാല് അത് ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ശരീരം സംശയിച്ചുകൊണ്ട് കോശങ്ങളെ നശിപ്പിക്കുക. അതായത് ശരീരത്തിനെ തകർക്കാൻ വരുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക,
നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുക. അതാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അതായത് വ്യക്തമായിട്ട് പഠനങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നല്ല, നടന്നുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്ക് ഇനി അതേപോലെ തന്നെയാണ് ടൈപ്പ് 2 ഒക്കെ. അപ്പൊ ടൈപ്പ് 2 നമ്മൾക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഇൻസുലിൻ ഉള്ളതാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഈ ഗർഭിണികളിലൊക്കെ ഉണ്ടാകുന്ന ഷുഗർ ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇതെല്ലാം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേപോലെ തന്നെ ടൈപ്പ് 3 എന്നുള്ളത് ഇവിടെയൊക്കെ ശരിക്ക് പല ആളുകളിലും നമ്മുടെ ബീറ്റ കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോമൻസ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ശരീരത്തിലെ ബീറ്റ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന സമയത്ത് വേണ്ട രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ പോവാനും, അല്ലെങ്കിൽ ആ ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് അത് നമ്മളുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് കൂട്ടാനും ഒക്കെ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ ഷുഗറുകളൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ പഠനങ്ങളൊക്കെ പറയുന്നത് ഒന്നാമത്തത് സെഡന്ററി ലൈഫ് സ്റ്റൈലാണ്. സെഡന്ററി ലൈഫ് സ്റ്റൈൽ പറയാതെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും ഉണ്ടാവാറില്ല. ഏത് ഡോക്ടർ ആയിക്കോട്ടെ, ഏത് ട്രെയിനർ ആയിക്കോട്ടെ, സെഡന്ററി ലൈഫ് സ്റ്റൈൽ പറയാതിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലഘട്ടത്തിൽ സെഡന്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒരുപാട്, സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വ്യായാമം ഇല്ലാത്ത, ശരീരം അനങ്ങാത്ത ഒരു ജീവിത രീതിയെ തന്നെയാണ്, ആ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെയാണ് സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എന്തെങ്കിലും ഇരുന്നു കൊണ്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു എന്നാണെങ്കിൽ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ശരീരം അനങ്ങാത്ത ഏതൊരാളെ സംബന്ധിച്ചും ഒരു കാലം കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വ്യായാമത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഏത് കാര്യവും ഞാനൊക്കെ ഏത് മീറ്റിംഗ് എടുക്കുന്ന സമയത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 500 മീറ്റർ ദൂരത്തേക്ക് 2 വീലർ ഉള്ള ആള് അതെടുക്കാതെ പോവാറില്ല, നടന്നു പോവാറില്ല. പണ്ടൊക്കെ അത്തരത്തിലുള്ള ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന കുറച്ച് ഒരു എബോവ് 50 ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല്, അല്ലെ എബോവ് 40 ഒക്കെ ആണെങ്കിൽ അവരൊക്കെ ചിലപ്പം ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയത് പോലും കിലോമീറ്ററുകൾ നടന്നിട്ടായിരിക്കും. ഇന്നും നമ്മള് കുട്ടികൾക്ക് നടക്കാനുള്ള അവസരം ഒരുക്കുന്നില്ല. ഓട്ടോറിക്ഷ വേണമെങ്കിൽ മുറ്റത്തോ വേണമെങ്കിൽ സിറ്റ് ഔട്ടിലോ കയറി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കയറ്റി വെക്കുക, വണ്ടിയിൽ പോകുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ രീതിയിലാണ് ഇന്നത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇനി വ്യായാമത്തിന്റെ കാര്യത്തിൽ കായികമായിട്ട് ഒരു അധ്വാനം ഇല്ലാത്ത രീതിയിൽ ടെക്നോളജി മാറി നമ്മളെ മാറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അരയ്ക്കുന്നതിനും പൊടിക്കുന്നതിനും വെള്ളം കോരുന്നതിനും അലക്കുന്നതിനും ഒക്കെ കായികമായിട്ട് ഇന്നൊരു അധ്വാനമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതെല്ലാം യന്ത്രങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാലഘട്ടം മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെഡന്ററി ലൈഫ് സ്റ്റൈൽ, അപ്പൊ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം സ്ട്രെസ്സാണ്. ടെൻഷൻ, മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം എന്നൊക്കെ പേരിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് ഇന്നത്തെ അസുഖങ്ങളുടെ പ്രധാന വില്ലൻ. ഇന്നത്തെ ആരോഗ്യത്തിന്റെ പ്രധാന വില്ലൻ എന്ന സ്ട്രെസ് തന്നെയാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ വ്യായാമക്കുറവും സ്ട്രെസ്സും ഒക്കെ ഷുഗറും ഉണ്ടാക്കും. ഷുഗർ മാത്രമല്ല, നമ്മുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കാരണങ്ങളൊക്കെ. ഇനി അത് മാത്രമല്ല, പ്രത്യേകിച്ചും ഈ വ്യായാമക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി സ്ട്രക്ചർ തന്നെ ഷുഗർ രോഗിയാവാൻ ഉള്ള സാധ്യത കൂട്ടുകയാണ്. അതായത് പല ആളുകൾക്കും ഒരു ഏജ് കഴിഞ്ഞാൽ, ഒരു എബോവ് 30-35 ഒക്കെ ആകുന്ന സമയത്ത് കുറച്ച് വയറൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ, ഒന്ന് വയറ് ചാടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അത് നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷുഗർ ഒക്കെ വരാൻ സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓവർ വെയിറ്റ്, ഇന്ന് നമ്മൾ പല ആളുകളിലും കാണുന്ന ഒരു കാര്യമാണ് ഓവർ വെയിറ്റ് എന്നുള്ളത്. അപ്പൊ അതെല്ലാം ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ചെറിയൊരു കാരണമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ച് വലിയ തൂക്കമുള്ള കുട്ടികളെ പ്രസവിക്കുന്ന 4 കിലോയ്ക്ക് മുകളിലൊക്കെയുള്ള കുട്ടികളെ പ്രസവിക്കുന്ന അമ്മമാർക്കും
ഷുഗർ വരാൻ വലിയ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാല് ഇനി BP ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എന്താണ് ട്രൈഗ്ലിസറൈഡ്, അതായത് നമ്മളുടെ കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശരിക്ക് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ 134 മില്യൺ ആളുകൾ 25 വർഷം കൊണ്ട് എത്തുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ ആ 134 എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു കണക്ക് പ്രഡിക്ഷനിൽ പറയുകയാണ്, ഈ ഒരു രീതിയിൽ പോവുകയാണ് എങ്കിൽ 134 മില്യൺ 2045-ലാവും. പക്ഷേ അത് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഉള്ളത്. നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുമായിട്ട് ആളുകളിലേക്ക് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഓരോ ആളുകളെയും ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഷോൾഡറിലുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്ക് ഈ ഒരു രീതിയിലാണ് ഇനി ഈ ഒരു ഷുഗർ വരുന്നതിന്റെ ഒരു റീസൺസും അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസും നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കോശങ്ങളിൽ എന്താണ് വലിയ രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇൻസുലിൻ എത്തിയെങ്കിൽ മാത്രമാണ് കോശങ്ങളിൽ എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ നമ്മൾക്കുണ്ടാവുന്ന ഒരു എനർജി ഇല്ലായ്മ, എന്താ ഇതിന് പറയാ, ആൻസൈറ്റി, അതായത് ക്ഷീണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഷുഗർ വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ എപ്പോഴും നമുക്ക് വിശപ്പ് തോന്നുന്നുണ്ട് എങ്കിൽ അതൊരു സിംറ്റമാണ്. ഇത് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിംറ്റമാണ്. അപ്പം ഈ ഇൻസുലിൻ കോശങ്ങളിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്ത് ബ്രെയിൻ ആക്ടിവിറ്റിയിൽ ചെറിയ ചേഞ്ചസ് വരും. അതെന്ത് ചെയ്യും, ശരീരത്തിനോട് പറയും, അയ്യോ എനർജി ഇല്ല, ഫുഡ് കഴിക്കുന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കഴിച്ചു പോകും. നമുക്ക് വിശപ്പ് അറിയാതെ വരും. അതേപോലെ തന്നെയാണ് ദാഹം. ആ സമയത്ത് ദാഹവും കൂടുതലായിട്ട് തോന്നും. അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ദാഹം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ക്ഷീണവും, അതേപോലെ തന്നെ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ മാറാനുള്ള ഒരു ഡിലേ, ഇതൊക്കെ ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നം ഇന്ന് ഇൻ ഫ്യൂച്ചർ ഡയബറ്റീസ് തന്നെയാണ്. ഇതിനുള്ള വ്യക്തമായിട്ട് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡയബ ലൈഫ് എന്നുള്ള ഈ ഒരു സപ്ലിമെന്റ് കൊണ്ട് നമ്മൾ ഈ കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ സാധ്യതകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ വർഷത്തിലും, അതായത് കഴിഞ്ഞ വർഷം ഒരു 10 ലക്ഷം ആളുകൾ ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് ലോകത്തിൽ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഷുഗർ വന്നിട്ട് എന്നുള്ളതല്ല, ഷുഗർ വന്നതിന് ശേഷം ഉണ്ടാകുന്ന മറ്റ് പല ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട്, അതായത് കിഡ്നി ഫെയിലിയർ ആവാം, വിഷൻ പ്രോബ്ലം ആവാം, അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇന്ത്യയിൽ മരിക്കുന്ന ആളുകളിൽ 7ാം സ്ഥാനം ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അസുഖങ്ങളിലൂടെയാണ്. നമ്മൾ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ എയർ പൊല്യൂഷൻ 5th ലാർജസ്റ്റ് കില്ലർ എന്നൊക്കെ പറയാറുണ്ട്. എയർ പൊല്യൂഷൻ അതേപോലെയാണ് 7th ലാർജസ്റ്റ് കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ആണ് ഇപ്പം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും മരണമടയുന്ന ആളുകളുടെ എണ്ണം എടുക്കുന്ന സമയത്ത് അതിന് ഇന്ത്യയിൽ 7ാം സ്ഥാനം ഇന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ചെറിയൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഡയബ ലൈഫിന്റെ പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 70 മുതൽ 100 വരെ ഷുഗറിന്റെ നോർമൽ സ്റ്റേജ്, അതല്ലെങ്കിൽ 101 മുതൽ 126 വരെ, 126 മുതൽ അതിന്റെ മുകളിലേക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും ഇതെല്ലാം എന്താണ്, ഓരോ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള പല യൂണിറ്റുകളാണ് ഷുഗറിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാല് HbA1c പോലെ, അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളാണ് ഇതിന് ഏറ്റവും പെർമനന്റ് സൊല്യൂഷൻ.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് അല്ലെങ്കിൽ HbA1c ആണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഷുഗറിന്റെ റീഡിംഗ് തരുന്നത്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, HbA1cയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4.5 മുതൽ 5.7 ആണെങ്കിൽ അയാൾ ഹെൽത്തിയാണ്, ഷുഗർ ഇല്ല. HbA1c എടുക്കുന്ന സമയത്ത് 4.5 മുതൽ 5.7 ആണെങ്കിൽ, എന്നാൽ 5.7 മുതൽ 6.5 വരെ ആണെങ്കിൽ അദ്ദേഹം പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് പറയുന്നത്. അവര് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. 6.5 മുതൽ 8 വരെ ആണെങ്കിൽ അയാൾക്ക് ഷുഗർ ഉണ്ട്, ഷുഗർ രോഗം അയാൾക്ക് ഉണ്ട്. അപ്പോൾ 8ന് മുകളിലാണെങ്കിൽ, ചില ആളുകളുടെയൊക്കെ HbA1c ടെസ്റ്റിൽ 10 കാണുന്നു, 11 കാണുന്നു, 12 കാണുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് 8ന് മുകളിലേക്ക് HbA1c റിസൾട്ട് ഉണ്ട് എങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാല് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റുകളും ആഫ്റ്റർ എഫക്റ്റുകളും വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ കിഡ്നിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അത് കാണാനൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4.5 അതൊന്നുകൂടി പറയോ? 4.5 മുതൽ 5.7 വരെ HbA1c ആണെങ്കിൽ നോർമൽ ഹെൽത്ത് ആണ്, അതായത് ഷുഗർ ഇല്ല. ഓക്കെ, 5.7 മുതൽ 6.5 വരെ ആണെങ്കിൽ അദ്ദേഹം ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. ഓക്കെ, ഇനി അത് 6.5 മുതൽ 8 വരെ ആണെങ്കിൽ അദ്ദേഹം ഷുഗർ ഉള്ള ആൾ തന്നെയാണ്. അതായത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഷുഗർ ടെസ്റ്റിങ്ങിൽ ചിലപ്പം 150, 160, 170 എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾ മറ്റുള്ള ടെസ്റ്റ്, ഫാസ്റ്റിംഗ് ടെസ്റ്റ് ഉണ്ട്, PPBS എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ ശേഷമുള്ള ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ കറക്റ്റ് റീഡിങ് കിട്ടുന്നത് ഈ HbA1c ആണ്. അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്നുള്ള ഈ 3 മാസത്തെയോ 4 മാസത്തെയോ ആവറേജ് ടെസ്റ്റ് ആണ്. ഇന്ന് ഈ HbA1c ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ, അതായത് RBC എന്നുള്ള കോശങ്ങൾ, RBC എന്ന് പറഞ്ഞത് അറിയുന്ന ആളുകളായിരിക്കുമല്ലോ അധികം, അല്ലെ? റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കൾ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ ചുവന്ന രക്താണുക്കളുടെ ഒരാളുടെ ശരീരത്തിലുള്ള ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 120 ദിവസമാണ്. 120 ദിവസമേ ഒരാളുടെ ശരീരത്തിൽ ആ ചുവന്ന രക്താണുക്കൾ ഉണ്ടാവുള്ളൂ, പിന്നെ പുതിയത് വരുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ RBCയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അതായത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഷുഗർ ആണ് എങ്കിൽ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഷുഗറിന് നമുക്ക് കിട്ടണമെങ്കിൽ ഈ HbA1c ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല എങ്കിൽ നിങ്ങളുടെ ഇന്നലെ കഴിച്ച ഫുഡ് പോലും ഷുഗർ ടെസ്റ്റിൽ നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മള് ഷുഗർ രോഗമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ എടുക്കുന്ന ടെസ്റ്റുകൾ, അല്ലെങ്കിൽ സാധാരണ ടെസ്റ്റ് ആണ്, നമ്മളെ PPBS ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ ആണ് ടെസ്റ്റ് എടുക്കുന്നതെങ്കിൽ അയാൾ ഒരു പക്ഷേ ഷുഗർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളെ തന്നെ പറ്റിക്കുന്ന രീതിയിലാണ് ഇന്ന് നടക്കുന്നത്. അതായത് നാളെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ മറ്റന്നാളെ ടെസ്റ്റിന് പോവുള്ളൂ. നാളെ നല്ല ബിരിയാണി കിട്ടുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ എന്ത് ചെയ്യാം, മറ്റന്നാൾ അത് കഴിഞ്ഞ് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, ചില ആളുകൾ എന്ത് ചെയ്യും, ഇന്നിപ്പം 10-ാം തീയതിയാണ്, അല്ലെങ്കിൽ ഇന്ന് 1-ാം തീയതിയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത വ്യാഴാഴ്ച, അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിൽ അയാൾ പിന്നീട് അങ്ങോട്ട് ഫുൾ കൺട്രോളിലാണ് പോവുക. അയാൾ എന്ത് ഫുഡ് കൺട്രോൾ ചെയ്യും, എന്നിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് കാര്യം? 4 ദിവസം ചോറ് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഫുഡ് ഒഴിവാക്കിയിട്ട് പോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ പറ്റിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ്. എന്നാല് ആ പറ്റിക്കലൊന്നും HbA1cയിൽ നടക്കില്ല. അതായത് കഴിഞ്ഞ 3 മാസത്തെ 4 മാസത്തെ ആവറേജ് ടോട്ടൽ ഇങ്ങ് അടിച്ചു വരും. അപ്പൊ ഇന്നലത്തെ ഫുഡും ഇന്നലത്തെ ബ്ലഡും ഒന്നും അതിനെ ബാധിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഷുഗർ ഇല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ 4.5 മുതൽ 5.7 വരെയുള്ള ഒരു നോർമൽ ആള്, ഷുഗർ ഇല്ലാത്ത ഒരാൾ, ആ വ്യക്തി ഒരു കല്യാണത്തിന് പോയിട്ട് 3 ഗ്ലാസ് പായസം അടിച്ചു, 2 ലഡുവോ 1 ജിലേബിയോ ഒക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം പോയിട്ട് ടെസ്റ്റ് ചെയ്താലും അയാൾക്ക് ഷുഗർ ഉണ്ടാവും.
എന്ന് വെച്ച് അയാൾ ഒരു രോഗിയല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും നമ്മൾ ഈ ഗ്ലൈക്കേറ്റഡ് ടെസ്റ്റ് അല്ലെങ്കിൽ HbA1c ശരിക്ക് 300 മുകളിലേക്ക് ചാർജ് വരുന്ന ഒരു ടെസ്റ്റാണ്. മറ്റേ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ കൊടുത്താൽ മതി, വെറും 20 രൂപ. ആളുകൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് 20 രൂപയായിട്ട് 30 രൂപയായിട്ടൊക്കെ പോകുന്നത്. പക്ഷേ അത് ടെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഗ്ലൈക്കേറ്റഡ് ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് എടുത്ത് നമ്മളെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും, നമ്മുടെ ഇന്റിമേറ്റ് ആയ ആർക്കെങ്കിലും ഈ ഒരു രീതിയിൽ ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ HbA1c ടെസ്റ്റ് എടുക്കാൻ പറയണം. എന്നിട്ട് അവരുടെ ആവറേജ് നോക്കിയിട്ട് എന്താണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു സപ്ലിമെന്റ് ആണ് ഡയബാ ലൈഫ്. ഇന്ന് ഡയബാ ലൈഫിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ ടച്ച് ചെയ്ത് പോയിട്ടൊരു കാര്യമുണ്ടായിരുന്നു. അതായത് പാൻക്രിയാസിലുള്ള ബീറ്റ സെല്ലുകളെ വീണ്ടും റീകണ്ടീഷൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. അതായത് പഴയ രീതിയിലെ പ്രവർത്തനമാക്കാൻ വേണ്ടിയിട്ട്, പണ്ട് എങ്ങനെയായിരുന്നോ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ, അത് വീണ്ടും അതേപോലെ തന്നെ മാറ്റിത്തരാൻ ഈ ഡയബാ ലൈഫിലുള്ള 2-3 കണ്ടന്റുകൾ സപ്പോർട്ട് ചെയ്യും. ആ കണ്ടന്റുകളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് സ്റ്റെബിലൈസ്ഡ് അലിസിൻ ആണ്. സ്റ്റെബിലൈസ്ഡ് അലിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയിൽ കാണുന്ന ഒരു കണ്ടന്റ് ആണ് അലിസിൻ. ആ അലിസിനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റെബിലിറ്റി ഉള്ള കണ്ടന്റ് അല്ല. വെളുത്തുള്ളിയിൽ നിൽക്കുന്ന സമയത്ത് അതെപ്പോഴും എന്താണ്, ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റിനെ എന്ത് ചെയ്യാണ്, സ്റ്റെബിലൈസ് ചെയ്യാണ്, അതിനെ പൗഡർ രൂപത്തിലേക്ക് മാറ്റുന്നു, എന്നിട്ട് അത് ക്യാപ്സ്യൂൾ ആക്കുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ ഡയബാ ലൈഫിലുള്ള അത് വലിയൊരു പാറ്റന്റഡ് ഒരു റിസർച്ച് ആയിരുന്നു, അലിസിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു പാറ്റന്റഡ് റിസർച്ച് ആണ്. ആ ഒരു സ്റ്റെബിലൈസ്ഡ് അലിസിൻ എന്ത് ചെയ്യുന്നു, ഈ ഡയബാ ലൈഫിലുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. ഇനി അത് കൂടാതെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റുകളിൽ ഒന്ന് പാവയ്ക്കയാണ്. പാവയ്ക്ക, നമ്മുടെ നാട്ടിലുള്ള കൈപ്പയ്ക്ക, പാവയ്ക്ക എന്നൊക്കെ പറയില്ലേ, അതും ഈ ഒരു ഡയബാ ലൈഫിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്. ഇനി അത് കൂടാതെ തന്നെ കറുവപ്പട്ട എന്നുള്ള ഒരു കണ്ടന്റ് അതിലുണ്ട്, കറുവപ്പട്ട. ഓക്കെ, ഇനി അത് കൂടാതെ ചക്കരക്കൊല്ലി, നമ്മൾക്ക് കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് ഇതൊക്കെ. ചക്കരക്കൊല്ലി, അതേപോലെ തന്നെ വേപ്പ്, അതേപോലെ തന്നെ ആനച്ചുവടി, ഇങ്ങനെയുള്ള അടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ചെറിയ അടയ്ക്കയുണ്ട്, നമ്മൾ ഈ ഗുഡ്ക പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ അടയ്ക്ക, അത് വളരെ വലിയ അടയ്ക്കയല്ല. അപ്പൊ ചെറിയ അടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഷുഗറിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ സെല്ലുകളെ വീണ്ടും റീകണ്ടീഷൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കണ്ടന്റുകളാണ് അതിലൊക്കെ ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചേരുവകൾ മാത്രമേ ഈ ഡയബാ ലൈഫ് എന്നുള്ള പ്രൊഡക്റ്റിലുള്ളൂ. ഡയബാ ലൈഫിനെ സംബന്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ന് നിങ്ങൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് ആളുകളോട് പറയാൻ പറ്റുന്നത്, ഈ സപ്ലിമെന്റ്, ഈ ഫുഡ് സപ്ലിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഷുഗറിന്റെ സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ ആയുഷ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇന്ന് ഇന്ത്യയിലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു അതോറിറ്റി ഉണ്ട്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നേരിട്ട് അവരുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം മാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും, അതായത് എല്ലാ രാജ്യങ്ങളിലും, ലോകത്തുള്ള ഏത് രാജ്യങ്ങളിലേക്ക് വേണമെങ്കിലും ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം, അപ്പോൾ അയച്ചു കൊടുക്കാം ഒക്കെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പ്രീമിയം മാർക്കിന്റെ പ്രത്യേകത, അതിന്റെ കണ്ടീഷൻസ്, അതിന്റെ മാനുഫാക്ചറിങ്ങിൽ എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള സംഘടനകളല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു
എന്തൊക്കെ കണ്ടന്റുകൾ മീൻസ് ഇതുപോലെയുള്ള പാവയ്ക്കയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റെബിലൈസ് സാലൻസിലൊക്കെ അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്, കമ്പനി തീരുമാനിക്കുന്നത്. പക്ഷേ അതിന്റെ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് WHO ആണ്. അപ്പൊ ആ WHO പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടാണ് ഡയബ ലൈഫ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളെ ഡയബ ലൈഫ് മാത്രമല്ല, ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് എയർപോർട്ടുകളിൽ പോലും ചെക്കിംഗ് ഇല്ല. ലോകത്തിലെ ഏത് എയർപോർട്ടിൽ കൂടിയും ചെക്കിംഗ് ഇല്ലാതെ കൊണ്ടുപോകാം. ഗ്രീൻ ചാനലിൽ ലിസ്റ്റഡ് ആണ് ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അതിൽ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് പോലും ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലില്ല. വളരെ മൈന്യൂട്ട് ആയിട്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാല് ഈ പ്രിസർവേറ്റീവ്സ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. PPBS അല്ലെങ്കിൽ PPBS അല്ല, പാർട്സ് പെർ മില്യൺ, പാർട്സ് പെർ ബില്യൺ എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ മാറിപ്പോയതാണ്. അതായത് പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാല് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രിസർവേറ്റീവ്സ് 10 ലക്ഷത്തിൽ ഒരംശമേ ഉള്ളൂ, അല്ലെങ്കിൽ 100 കോടിയിൽ ഒരംശമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അത് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൽ കേട് വരാതിരിക്കാൻ 3 വർഷം വരെ ഇരിക്കാൻ ഇതിലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രൊഡക്റ്റുകളിലും ഉണ്ട്. പക്ഷെ അത് പാർട്സ് പെർ മില്യൺ ആണ്, അല്ലെങ്കിൽ പാർട്സ് പെർ ബില്യൺ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു ബ്ലഡ് പ്യൂരിഫയറോ അല്ലെങ്കിൽ കഫ്നിലോ ഒരു 10 ലക്ഷം മില്ലി കഫ്നിൽ ഉണ്ടാക്കുകയാണ്. 10 ലക്ഷം മില്ലി ലിറ്റർ കഫ്നിൽ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ ടോട്ടൽ ആഡ് ചെയ്തിട്ടുള്ള പ്രിസർവേറ്റീവ്സ് 1 ലിറ്ററേ ഉണ്ടാവുള്ളൂ. 10 ലക്ഷം ലിറ്ററിന്റെ ഒരു ഭാഗം പാർട്സ് പെർ മില്യൺ. ഇനി ചില കേസിൽ പാർട്സ് പെർ ബില്യൺ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടിയുടെ അളവ് എത്രയുണ്ടോ അതിൽ 100 കോടി യൂണിറ്റ് അല്ലെങ്കിൽ 10 ലക്ഷം യൂണിറ്റുകൾ നിരത്തി വെക്കുന്ന സമയത്ത് 1 യൂണിറ്റ് എന്തായിരിക്കും ഇതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 2 യൂണിറ്റ്. അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചില ആളുകൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സാധാരണ ആയുർവേദ പ്രൊഡക്റ്റ് പോലെ അല്ലല്ലോ, 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിലൊന്നും വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരാൾ ചോദിക്കും, വേറെ ഒന്നുമില്ല, 100% ഈ ആയുർവേദ കോമ്പിനേഷൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, അത് അറിവുള്ള ആൾ ചോദിക്കുന്നതാ. ആ ചോദ്യം വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവരോട് പറയണം, ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് WHO പറയുന്ന കണ്ടീഷനിൽ അപ്പുറത്തേക്ക് പോയിട്ടില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ മാനദണ്ഡത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് മാഗി നൂഡിൽസ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. 5 കൊല്ലത്തിന് ശേഷമാണ് അദാനി ഗ്രൂപ്പിന്റെ, നെസ്ലെ ഗ്രൂപ്പിന്റെ മാഗി വീണ്ടും തിരിച്ചു വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ എന്ന രാജ്യത്തെ വിലയ്ക്ക് വാറ്റുന്ന രീതിയിലുള്ള ഒരു അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. 4-5 കൊല്ലം മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് അത് നിരോധിച്ചത് ആ മാഗി നൂഡിൽസിൽ കറുത്തീയം അല്ലെങ്കിൽ ലെഡിന്റെ അംശം കൂടിപ്പോയി, അത് ശരീരത്തിന് ഹാംഫുൾ ആണ്. നിങ്ങൾ അറിയാമല്ലോ, ഇന്ന് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിൽ കറുത്തീയം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അരിഷ്ടവും അതേപോലെ തന്നെ ആ രീതിയിലുള്ള സിറപ്പുകൾ ഉണ്ടല്ലോ. ഓക്കെ, ഇതെല്ലാം ഉണ്ടാക്കുന്നതിൽ ലെഡ് വലിയൊരു കണ്ടന്റ് ആണ്. ആ ലെഡ് നമ്മൾക്ക് ഹാംഫുൾ ആണ്. എങ്ങനെ? അതിൽ പറയുന്ന അളവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ ശരിക്ക് ആ രീതിയിലുള്ള ഒരു കണ്ടന്റും ആഡ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡയബ ലൈഫ്. അപ്പൊ ഇതില് 8ന് മുകളിൽ, ഞാൻ ഒന്ന് ഇതിന്റെ യൂസേജും കൂടി പറഞ്ഞു നിർത്താം. 8ന് മുകളിൽ HbA1c ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഡയബ ലൈഫ് 2 നേരം കഴിച്ചേ പറ്റൂ.
8 മുകളിൽ HbA1c റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 2 ഡയബാലൈഫ് നിർബന്ധമാണ്. രാവിലെയും രാത്രിയിലും കഴിക്കണം. ഓക്കെ, അങ്ങനെ കഴിച്ച് ഒരളവ് വരെ അതിന്റെ കൺട്രോളിൽ എത്തിക്കാൻ പറ്റിയിട്ടേ അത് 1ലേക്ക് മാറ്റാവുള്ളൂ. ചിലപ്പം 3 മാസം കഴിക്കേണ്ടി വരും 2 നേരം. നിങ്ങൾ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് അവർ കഴിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ കിഡ്നി ഇല്ലാതെ അല്ലെങ്കിൽ കിഡ്നി പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ജീവിതത്തിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് ഒരു 8 മുകളിലേക്ക് വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. HbA1c നമ്മൾ 7ലേക്കും 6ലേക്കും എത്തിക്കണം. അതിന് ചിലപ്പം 2 വീതം കഴിച്ചേ പറ്റൂ. 2700 രൂപ MRP ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവം അവയവം ഇല്ലാതായി പോകും, കണ്ണടിച്ചു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് 2 കഴിക്കേണ്ട ആളാണെങ്കിൽ 2 കഴിച്ചേ പറ്റൂ എന്ന് പറയണം. ഇനി ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അത്രയും HbA1c ഉണ്ടെങ്കിൽ സ്പൈറുലിന ഗോൾഡ് കൊടുക്കണം. സ്പൈറുലിന ഗോൾഡ് അതിന്റെ കൂടെ കൊടുത്തേ പറ്റൂ. ഡയബാലൈഫ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, സ്പൈറുലിന ഗോൾഡ് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എന്ത് ചെയ്യും, കറക്റ്റ് ആക്കി എടുക്കാൻ, നമ്മുടെ കോശങ്ങളെയും പാൻക്രിയാസിനെയും ഒക്കെ കറക്റ്റ് ആക്കി എടുക്കാൻ, ടോട്ടൽ മെറ്റബോളിസം ഒന്ന് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതൊരു 6 മാസമെങ്കിലും മിനിമം കഴിക്കണമെന്ന് ഒരു കോഴ്സ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുക. വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അയാൾക്കൊരു അറിവ് കിട്ടി, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യമെന്ന് ബോധവൽക്കരിച്ചു പോരുക. 2 മാസം കഴിയുമ്പോൾ കുറച്ചുകൂടി ക്രൂഷ്യൽ സിറ്റുവേഷൻ ആവുമ്പോൾ അവർ നിങ്ങളെ തേടി വന്നോളൂ. അവരെ ബോധവൽക്കരിക്കാതെ പോയാൽ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലാണ്, അത് ഇതിനൊരു സൊല്യൂഷൻ ഉള്ള ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് പറയാതെ നിങ്ങൾ പോകരുത് ഒരാളുടെ മുന്നിലും. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ കയ്യിലുള്ള വലിയൊരു ആയുധമാണ് ഡയബാലൈഫ്, എന്റെ കയ്യിലുള്ള വലിയൊരു പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിച്ചാൽ ഇനി ചില ആളുകൾക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ അല്ലെങ്കിൽ മസാല കാവ്യ വേണമെങ്കിൽ ഒക്കെ കൊടുക്കാം. അപ്പൊ ശരിക്കും എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ രീതിയിൽ കമ്പൈൻ ചെയ്ത് കോമ്പിനേഷനോട് കൂടിയിട്ട് നമ്മൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാല് 100% നമ്മൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും, ഒരു 6 മാസം കൊണ്ട് അയാൾക്ക് ഒരു വലിയ അളവിൽ അയാളുടെ ഷുഗറിന്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ, അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇന്ന് വേറെ ഒരു പകരം വെക്കാനില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഡയബാലൈഫ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഇന്ന് എത്രയോ വിദേശ രാജ്യങ്ങളിലേക്ക് ഡയബാലൈഫ് കയറ്റി അയക്കപ്പെടും. എത്രയോ ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത് കൊണ്ടുപോകുന്നു പല ആളുകൾക്കും വേണ്ടി. എല്ലാ ആളുകളും അതിന്റെ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് വീണ്ടും 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 ഈ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ലോകത്തിൽ എവിടെ ഡിമാൻഡ് ഉണ്ടോ അവിടെ സപ്ലൈ ഉണ്ടാവും എന്ന് പറയും അല്ലെ. അതായത് എവിടെ ആവശ്യമുണ്ടോ അവിടെ എന്ത് ചെയ്യും, അതിനുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാനുള്ള, അതിനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാര്യം നടക്കും, ഉറപ്പാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ഇല്ലെങ്കിലാണ് സാധനത്തിന് വില കൂടുക. നമുക്കറിയാൻ പറ്റും 10 രൂപയിലുള്ള തക്കാളി ചിലപ്പം 70, 75, 100 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിമാൻഡ് ഉണ്ട്, അത് സപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. അതെന്തെങ്കിലും പ്രകൃതിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും, ആ സമയത്ത് പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാവും. അതേപോലെ ഇന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എവിടെ എന്തൊക്കെ ഡിമാൻഡ് ഉണ്ടോ അതിന് സപ്ലൈ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ ഈ കമ്പനിയിലുണ്ട്. അതിനനുസരിച്ച് കൊടുക്കാനുള്ള പ്രൊഡക്റ്റുകൾ ഈ കമ്പനി ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ആളുകളോട് പറയുക, ആളുകളിലേക്ക് എത്തിക്കുക എന്ന് വെച്ച് ഈ കമ്പനി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഇത് ഇതേപോലെ എഡ്യൂക്കേറ്റ് ചെയ്ത് അഞ്ജിത ഡോക്ടറെ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടർ, ഒരുപാട് ഭാഷയിൽ ഡോക്ടർമാരുണ്ട്, അവരെല്ലാം ഇത് നമ്മളിലേക്ക് പഠിപ്പിച്ചു തരുന്നു. അവരുടെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളെല്ലാം ഡാറ്റാസും എല്ലാം എടുത്തുകൊണ്ട് ഇതുപോലെ ഓരോ ദിവസങ്ങളും നമ്മൾ പല മീറ്റിങ്ങുകളിലായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്ന വ്യക്തി ഇന്ത്യൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ഡിസ്ട്രിബ്യൂഷൻ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ
നമ്മൾ മണ്ടന്മാരാണ്. നമ്മൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് പിന്നെ ഈ അവസരം തന്നിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം? നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ആളുകളോട് പറയുന്നില്ല, നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല. ഈ ഒരു കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട്, ഇത് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് ഡയബ ലൈഫ് എന്നല്ല, ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാനും അതെങ്ങനെ കൊടുക്കണമെന്നും ഏത് ആളുകൾക്ക് അത് ഉപയോഗപ്പെടുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഒരു ലീഡറെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോഡക്റ്റ് ഡീറ്റെയിൽ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾക്ക് ഓരോ ആളുകൾക്കും മാറാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല സെഷൻസും നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്തായാലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ട ഒരു പ്രൊഡക്റ്റ് ഡയബ ലൈഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും റിസർച്ചിലൂടെ ഡയബ ലൈഫ് എന്ന പ്രൊഡക്റ്റ് ഈ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്, പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആയുഷ് മിനിസ്ട്രിയുടെയും അതേപോലെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇത് എത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് വേണ്ട രീതിയിൽ ടേൺ ഓവറുകൾ ജനറേറ്റ് ആവില്ല, വേണ്ട രീതിയിൽ റാങ്കുകൾ എത്താൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളൊന്ന് വിചാരിക്കുകയാണ്, എനിക്ക് ഒരു 100 പേരുടെ ഷുഗറിന്റെ പ്രോബ്ലം ഞാൻ എന്നിലൂടെ സോൾവ് ചെയ്ത് കൊടുക്കണം. അതൊരു തീരുമാനമായിട്ട് നമ്മളൊന്ന് എടുത്തിറങ്ങി കഴിഞ്ഞാല് ഇത് നടക്കാതെ പോവില്ല. കാരണം അത്രമാത്രം ഷുഗറുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. ആ ആളുകളോട് ഒന്ന് ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകളൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. നമുക്ക് ഇതേപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എല്ലാ പ്രൊഡക്റ്റുകളും വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ചെറുതായിട്ടെങ്കിലും പറയാം, ഇതുപോലെ ഡീപ്പായിട്ടല്ല, ചെറുതായിട്ടെങ്കിലും പറയാം.